ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണ്. ഇതിൻ്റെ രായ്ച്ചാൻ്റെ റെസിപ്പിയാണ്. ഉള്ളി ഉണ്ടാക്കുന്നതാണ്, നല്ല ടേസ്റ്റാണ്. അത് നമുക്ക് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ 2.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, കുറച്ച് വിനാഗിരി, ഇതെല്ലാം കൂടി നമുക്ക് ചേർത്ത് നമുക്കൊന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി എടുത്ത് വെക്കാം. കുറച്ച് നേരം ഒരു അരമണിക്കൂർ വെക്കാം. എന്നാന്ന് വെച്ചാൽ അരമണിക്കൂർ കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് വെള്ളം ഊർന്ന് വരും. ഇപ്പം വിനാഗിരിക്ക് പകരം തൈരോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ചേർക്കാം. ഇതിനകത്തുനിന്ന് ഒരു വെള്ളം ഊർന്ന് വരും. ഊർന്ന് കഴിയുമ്പോഴത്തേക്ക് അത് കളയണം, അത് ഉളുമ്പാണ്. അപ്പോൾ ഇതിനകത്ത് ചോറ് വേവിക്കാനുള്ളതിനകത്ത് നമുക്ക് ഇടാനുള്ളതാണ് തക്കോലം, കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, ഇതെല്ലാം നമുക്ക് ചോറിനകത്ത് ഇടാനുള്ളതാണ്. അപ്പം വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കുക. ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇട്ടിട്ടാണ് നമ്മൾ അരി ഇടുന്നത്. അരിയിട്ട് ചോറ് ഇപ്പുറത്താണ് വേവിക്കുന്നത്. പിന്നെ നമുക്ക് ഇനി കറി വെക്കാനായിട്ട് ചീനച്ചട്ടി അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിനകത്ത് കുറച്ച് പെരുംജീരകം ഇട്ടു, കറിവേപ്പില ഇട്ടു. ഇതിനകത്ത് 2 കഷ്ണം കറുവാപ്പട്ടയും 2 ഏലക്കയും ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് മൂത്ത് വന്നു കഴിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളക്, ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതെല്ലാം കൂടെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് വഴണ്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് സവാള ചേർക്കാം. ഈ സവാളയും കൂടെ ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചേർക്കുന്ന മസാല എന്നു പറഞ്ഞാൽ ഈ ചിക്കൻ മസാല, അതായത് ഈ ബിരിയാണിക്ക് ചേർക്കുന്ന മസാല, അതായത് ഗ്രാമ്പു, ഏലക്ക, തക്കോലം, കറുവാപ്പട്ട, പിന്നെ അതിന് ഒരു സ്വല്പം ജീരകം, ഇതെല്ലാം കൂടെ പൊടിച്ചാണ്, കുരുമുളകും എല്ലാം കൂടെ ചേർത്താണ്. ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് അതെല്ലാം കൂടെ പൊടിച്ചൊക്കെ നല്ല സൂപ്പർ ബിരിയാണിയുടെ നല്ല ഒരു മസാല ആയിരിക്കും ഇത്. പിന്നെ സവാള ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനാവശ്യമായ ഉപ്പ് ചേർത്തിട്ട് ഇളക്കാം. അപ്പം ഉപ്പ് ചേർക്കുമ്പോഴത്തേക്ക് സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ഇത് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിനകത്ത് ചേർക്കാനുള്ള ബാക്കി നമ്മൾ ചിക്കനകത്ത് കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുള്ളൂ. അപ്പം ചിക്കൻ ആവശ്യമുള്ള മുളക് പൊടിയെല്ലാം നമുക്ക് ഈ ഗ്രേവിക്കകത്ത് ചേർക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ആദ്യമേ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കിയെടുക്കുക. ഇളക്കി അത് മൂത്തിട്ട് നല്ല വഴന്ന് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ചിക്കൻ ആദ്യമേ ഒരുപാട് തീയിലിട്ട് വേവിക്കരുത്. വേവിക്കുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അതായത് ചെറു തീയിൽ കുറച്ച് ഇട്ട് വേവിക്കുമ്പോൾ അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരും. അത് കഴിയുമ്പോൾ നമുക്ക് തീ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ചിക്കൻ വേവിച്ചെടുക്കാം. അത് വേവിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് എല്ലാം സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ അത് വഴന്ന് വന്നപ്പം ചിക്കൻ ഇതിനകത്തിട്ടു. ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ഇളക്കി വെക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മളെ വീട്ടിലെ കറിവേപ്പില ആയതുകൊണ്ട്, അല്ലെങ്കിൽ കറിവേപ്പില ഇടുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ. അപ്പോൾ അത് കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ അതിനകത്ത് കൂടുതൽ ഇട്ടിട്ടുണ്ട്. അപ്പം ചിക്കനെല്ലാം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. കറിയെല്ലാം വെന്ത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അത് വറുത്തെടുക്കാനുള്ള സാധനങ്ങളാണ്. അത് വറുത്തെടുക്കുന്നത് കറിവേപ്പിലയും, കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, സവാള, ഇതെല്ലാം നമുക്കൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വറുത്തെടുത്ത കഴിഞ്ഞ് നമുക്ക് ഈ കറി നമുക്ക് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിക്കുക. അപ്പം സെറ്റ് ചെയ്യുന്ന പാത്രത്തിൽ കറി വെക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. പക്ഷേങ്കിൽ ഇതിപ്പോൾ ഞാൻ വേറെ പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കറി ചേർത്ത് കഴിഞ്ഞാൽ കറിക്കകത്ത് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ജ്യൂസും അതിൻ്റെ അടിയിലത്തെ കുറച്ച് ഗ്രേവി എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഒരു ലെയർ ചോറിട്ടതിന് ശേഷം അതിനകത്ത് നമ്മൾ വറുത്ത നെയ്യ് കുറച്ച് ഒഴിച്ചു. അതിനകത്ത് പൈനാപ്പിളിൻ്റെ കുറച്ച് പൈനാപ്പിളിൻ്റെ എസൻസ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്മെല്ല്
ഒത്തിരി ഒഴിച്ചാൽ ഭയങ്കര കുത്തൽ മണം വരും. അതുകൊണ്ട് അത് വെച്ചില്ല. പിന്നെ എന്നിട്ട് നമ്മൾ വറുത്ത സാധനം ഇട്ടിട്ട് പിന്നെ രണ്ടാമത്തെ ലെയർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ബാക്കി പകുതിയാണ് നമ്മൾ ആദ്യത്തെ ലെയറിലിട്ടത്, ബാക്കി ബാലൻസ് മുകളിലത്തെ ലെയറിൽ ഇട്ടിട്ട് പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഗ്രേവിയും ചിക്കൻ്റെ ഇതെല്ലാം കൊണ്ടിട്ടല്ലോ, ആ ഗ്രേവിയും എല്ലാം കൂടെ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചിട്ട് അടപ്പ് വെച്ച് അടച്ച് ഒരു 3-4 മിനിറ്റ് ചെറിയ തീയിലിട്ടൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുക. അതായത് ആ ചൂട് കയറാനായിട്ടാണ് ചെറു തീയെ വെക്കാവുള്ളൂ, അല്ലെങ്കിൽ അടിയിൽ നിന്ന് തീ കയറിപ്പോവും. അതുകൊണ്ട് ചെറിയ തീ വെക്കുക. അത് കഴിഞ്ഞ് നമുക്ക് സെർവ് ചെയ്യാം. ഇത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഈ റെസിപ്പി എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് നല്ല ടേസ്റ്റുമാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നതിലും ഒക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് എല്ലാവരും ഒന്ന് കഴിക്കുക. അപ്പോൾ നമുക്കിനി കഴിക്കാം. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.